വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമുക്കിന്ന് അയോണിക് ഇക്വിലിബ്രിയം ഡിസ്കസ് ചെയ്യാം. എന്താണ് അയോണിക് ഇക്വിലിബ്രിയം? Ionic equilibrium is the equilibrium which is established between the unionized molecules and the ions in solution of weak electrolytes. നമുക്ക് ഡെഫിനിഷൻ വായിച്ചപ്പോൾ മനസ്സിലായി വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിലാണ് അയോണിക് ഇക്വിലിബ്രിയം ഉള്ളതെന്ന്. അപ്പൊ എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ചാൽ the electrolyte which ionized to a small extent in solution. സൊല്യൂഷനിലാക്കുമ്പോൾ അതല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുമ്പം വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം അയണൈസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റുകളെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇനിയും ചില ഇലക്ട്രോലൈറ്റുകളുണ്ട്, അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കും, കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും. അത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റുകളെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. സ്ട്രോങ് ആസിഡുകളും സ്ട്രോങ് ബേസുകളും മിക്കവാറും എല്ലാ സോൾട്ടുകളും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിളുകളാണ്. വീക്ക് ആസിഡുകളും വീക്ക് ബേസുകളും വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പം ഇവിടെ നോക്കിക്കേ, അസറ്റിക് ആസിഡ് when dissolved in water it will ionize into acetate ion and hydronium ion. Hydronium ion are formed. ബേസ് എടുക്കുകയാണെങ്കിൽ അമോണിയ when dissolved in water that will form ammonium ion. പിന്നെ OH- അയോൺസും ഉണ്ടാവും. അപ്പം ഇത് നോക്കിക്കേ, ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഡബിൾ ഹെഡഡ് ആരോ നമ്മൾ കാണിച്ചേക്കുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിലേ ഉള്ളൂ ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആവുന്നത്, അയണൈസേഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ ആവുന്നത്. അതായത് അൺഅയണൈസ്ഡ് മോളിക്യൂൾസും കാണും, അൺഅയണൈസ്ഡ് മോളിക്യൂളും കാണും, അയണൈസ്ഡ് മോളിക്യൂളും കാണും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്തങ്ങ് പോകും, റിവേഴ്സിബിൾ ആയിട്ടൊരു റിയാക്ഷൻ ഇല്ല. അപ്പം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിലാണ് അയോണിക് ഇക്വിലിബ്രിയം ഉള്ളത്. അയോണിക് ഇക്വിലിബ്രിയം ഇസ് ദി ഇക്വിലിബ്രിയം വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദി അൺഅയണൈസ്ഡ് മോളിക്യൂൾ ആൻഡ് ദി അയോൺസ് ഇൻ സൊല്യൂഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. നെക്സ്റ്റ്, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. Water is a weak electrolyte which undergo ionization as 2H2O reversibly gives H3O++ OH-. According to the law of chemical equilibrium, we can write equilibrium constant K is equal to concentration of H3O+ into concentration of OH- divided by concentration of H2O raised to 2. ഇവിടെ 2 എഴുതാൻ കാരണം ഇവിടുത്തെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് പവർ ആയിട്ട് എഴുതുന്നതാണ്. ഇനി നമുക്ക് ഈ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഈസ് എ കോൺസ്റ്റന്റ്, കെ ഈസ് ഓൾസോ കോൺസ്റ്റന്റ്. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ സ്ക്വയറും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കോൺസ്റ്റന്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മറ്റൊരു കോൺസ്റ്റന്റ് കിട്ടും. അതിനെയാണ് നമ്മൾ KW എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് KW is equal to concentration of H3O+ into OH-. KW is equal to concentration of H3O+ into concentration of OH-. This is known as the ionic product of water. That is the product of hydronium ion concentration and the hydroxide ion concentration expressed in mole per liter is known as the ionic product of water. ഇത് റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാണ്. റൂം ടെമ്പറേച്ചറിലാണ് ഈ വാല്യൂ കാണിച്ചിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ, അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ കോൺസെൻട്രേഷൻ ഓഫ് H3O+ഉം കോൺസെൻട്രേഷൻ ഓഫ് OH- എന്തിന് ഈക്വൽ ആയിരിക്കും? 10⁻⁷ ഈക്വൽ ആയിരിക്കും. അപ്പൊ നമ്മുടെ KW അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ അതില് അയോണുകളുടെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ്, അവിടെ ഫോം ചെയ്യുന്ന അയോണുകളുടെ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻14 ആയിരിക്കും. ദാറ്റ് ഈസ് 10⁻7 ഇൻറ്റു 10⁻7 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻14. ഇനി നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് നോക്കാം. അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടറിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. അയണൈസേഷൻ ഓഫ് വാട്ടർ ഈസ് ആൻ എൻഡോതെർമിക് പ്രോസസ്, ദോ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പം ഇതിനേക്കാളും 298 കൂടിയ ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ 10⁻14 കൂടിയ ഒരു വാല്യൂ ആയിരിക്കും KW വരുന്നത്. അപ്പോൾ 10⁻12 10⁻10 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ്, ആസിഡ് ആൻഡ് ബേസ് കൺസെപ്റ്റ്. 3 കൺസെപ്റ്റുകൾ അനുസരിച്ച് നമുക്ക് ആസിഡും ബേസും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അരീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്, ലൂയിസ് കൺസെപ്റ്റ്. അരീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് the substances which dissociate in water to give hydrogen ions are called acids and the substances which dissociate in water to give hydroxyl ions are called base. Example, acid in example HCl, base in example NaOH. H+ഉം Cl-ഉം വാട്ടർ ഡിസോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ H+ഉം Cl- അയോൺസ് ഉണ്ടാകും. ഇവിടെ വാട്ടർ ഡിസോൾവ് ചെയ്യുമ്പോൾ Na+ഉം OH- അയോൺസും ഉണ്ടാകും. ഇനി ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് ഈസ് എ പ്രോട്ടോൺ ഡോണർ ആൻഡ് ബേസ് ഈസ് എ പ്രോട്ടോൺ അക്സെപ്റ്റർ. എക്സാമ്പിൾ ദേ HCl + H2O. നോക്ക്, HCl H+ ഡോണറായിട്ട് ആക്ട് ചെയ്യുന്നത് ഇവിടെ HCl ആണ്, H+ അക്സെപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ഇവിടെ വാട്ടർ ആണ്. അപ്പൊ HCl ഈസ് ആൻ ആസിഡ് ആൻഡ് വാട്ടർ ഈസ് എ ബേസ്.
നെക്സ്റ്റ് ലൂയിസ് കൺസെപ്റ്റ്. ലൂയിസ് കൺസെപ്റ്റ് ഇലക്ട്രോണിക് കൺസെപ്റ്റ് ആണ്. ആസിഡ് ഈസ് ആൻ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആൻഡ് ബേസ് ഈസ് ആൻ ഇലക്ട്രോൺ ഡോണർ. അപ്പൊ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആവണമെങ്കിൽ അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആയിരിക്കണം. ബേസ് ഇലക്ട്രോൺ ഡോണർ ആകണമെങ്കിൽ അത് ബേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആയിരിക്കും. റിച്ച് ആയിട്ടുള്ള ആളാണ് ഇവിടെ ഡൊണേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമ്മൾ പറയുന്നത് NH3BF3 പെയർ. NH3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഓൺ നൈട്രജൻ ആറ്റം ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അമോണിയയ്ക്ക് ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യാം. BF3 ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ്, അത് ഇലക്ട്രോണെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇനി മറ്റു ചില സബ്സ്റ്റൻസുകളുണ്ട്, അതിന് ഡൊണേറ്റ് ചെയ്യാനും പറ്റും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റും പ്രോട്ടോണിനെ. അപ്പം ഫോർ എക്സാമ്പിൾ വാട്ടർ. ഈ രണ്ട് റിയാക്ഷനിൽ നോക്ക്, ഇവിടെ HCl പ്ലസ് വാട്ടർ ഗീവ്സ് H3O പ്ലസ് Cl മൈനസ്. ഇവിടെ വാട്ടർ പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്തത്, ദാറ്റ് ഈസ് വാട്ടർ ആക്ട് ആസ് എ പ്രോട്ടോൺ അക്സെപ്റ്റർ, ഹെൻസ് വാട്ടർ ഈസ് എ ബേസ്. ഹിയർ വാട്ടർ ആക്ട് ആസ് എ പ്രോട്ടോൺ ഡോണർ. ഇവിടുത്തെ വാട്ടർ H+നെ ആർക്ക് ഡൊണേറ്റ് ചെയ്തു? അമോണിയയ്ക്ക് ഡൊണേറ്റ് ചെയ്തു. അമോണിയയ്ക്ക് ഡൊണേറ്റ് ചെയ്തതിനു ശേഷം അമോണിയം പ്ലസ് അയോണോ OH മൈനസ് അയോൺസും ഉണ്ടായി. അപ്പൊ നോക്കിക്കുക, വാട്ടർ ഈസ് കേപ്പബിൾ ഓഫ് ഡൊണേറ്റിംഗ് ആസ് വെൽ ആസ് അക്സെപ്റ്റിംഗ് പ്രോട്ടോൺ. അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളെയാണ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ആസിഡായിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റിയ സബ്സ്റ്റൻസുകളെയാണ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ദ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് which are formed from each other by gain or loss of proton are called conjugate acid base pairs. എക്സാമ്പിൾ നോക്കാം. അമോണിയ ഒരു പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് NH4+ ആയി. അപ്പൊ നമുക്ക് അമോണിയയെയും അമോണിയം പ്ലസ് അയോണിനെയും കൂടെ അയോണിനെയും കൂടെ ചേർത്തിട്ട് പറയാം കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണെന്ന്. അമോണിയ എന്ന് പറയുന്ന ബേസിന്റെ കോഞ്ചുഗേറ്റ് ആസിഡ് ആണ് അമോണിയം. അതേപോലെ തന്നെ വാട്ടറിന്റെ കോഞ്ചുഗേറ്റ് ബേസ് ആണ് OH മൈനസ്. അപ്പൊ അവിടുത്തെ വ്യത്യാസം എന്തുവാ? ഇവിടെ ഒരു പ്രോട്ടോൺ ആഡ് ചെയ്യപ്പെട്ടു, ഇവിടെ ഒരു പ്രോട്ടോൺ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ പ്രോട്ടോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന പെയർ അല്ലെങ്കിൽ പ്രോട്ടോൺ ആഡ് ചെയ്തിട്ടുണ്ടാകുന്ന പെയറിനെയാണ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത്. ഇവിടെ അതേ എക്സാമ്പിൾ വാട്ടർ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും വാട്ടർ ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും ഒന്നും കൂടെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വാട്ടർ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, അതായത് പ്രോട്ടോൺ അക്സെപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ വാട്ടർ പ്രോട്ടോൺ ഡോണർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ഈ ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർത്തിരിക്കണം. കോഞ്ചുഗേറ്റ് ബേസ് ഓഫ് എ സ്ട്രോങ് ആസിഡ് ഈസ് എ വീക്ക് ബേസ്. ദ കോഞ്ചുഗേറ്റ് ബേസ് ഓഫ് എ വീക്ക് ആസിഡ് ഈസ് എ സ്ട്രോങ് ബേസ്. Next, effect of solvent on acid and base strength. The nature of the solvent has an important role in determining the relative strength of acid and base. എപ്പോഴും നമ്മൾ ആസിഡിന്റെ സ്ട്രെങ്ത് പറയുന്നത് അല്ലെങ്കിൽ ബേസിന്റെ സ്ട്രെങ്ത് പറയുന്നത് റിലേറ്റീവ് ആയിട്ടായിരിക്കും. അപ്പം ആസിഡിന്റെ സോൾവെന്റ്, ഇപ്പൊ H എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് ആസിഡ്, അതിന്റെ സോൾവെന്റ് ഇപ്പൊ ഇവിടെ ഏതാ വന്നേക്കുന്നത്? അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് നമുക്കറിയാം ഒരു വീക്ക് ആസിഡ് ആണെന്നുള്ളത്. പക്ഷേ ഈ അസറ്റിക് ആസിഡ് വേറൊരു സ്ട്രോങ് ആസിഡിന്റെ കൂടെ എടുക്കുമ്പോഴത്തേക്കും അസറ്റിക് ആസിഡ് അവിടെ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേസമയം ഒരു സ്ട്രോങ് ആസിഡ് വാട്ടറിന്റെ കൂടെ എടുത്തേക്കുന്നെങ്കിൽ അതൊരു സ്ട്രോങ് ആസിഡ് ആയിട്ട് തന്നെ H3O+ ഫോം ചെയ്യുന്ന സ്ട്രോങ് ആസിഡ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നു. ഇനി അസറ്റിക് ആസിഡ് നമ്മൾ അമോണിയയുടെ കൂടാണ് എടുക്കുന്നതെങ്കിൽ അസറ്റിക് ആസിഡ് സ്ട്രോങ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി നമുക്കറിയാം നൈട്രിക് ആസിഡ് ഇസ് എ സ്ട്രോങ് ആസിഡ്. HF അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്. അപ്പൊ HNO3 അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള HFന്റെ കൂടെ എടുക്കുമ്പോൾ HNO3 എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ സോൾവെന്റ് മാറുന്നതിനനുസരിച്ച് ഇതിന്റെ എല്ലാ ആസിഡിക് സ്ട്രെങ്തും ബേസിക് സ്ട്രെങ്തും എല്ലാം മാറിപ്പോകും. ഇനി അടുത്ത കുറച്ച് എക്സാമ്പിളും കൂടെ കാണുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. നമുക്ക് അസറ്റിക് ആസിഡിന്റെ കേസ് തന്നെ നോക്കാം. അസറ്റിക് ആസിഡ് ആക്ട് ആസ് എ വീക്ക് ബേസ് ഇൻ വാട്ടർ. അസറ്റിക് ആസിഡ് ആക്ട് ആസ് എ സ്ട്രോങ് ആസിഡ് ഇൻ അമോണിയ. അസറ്റിക് ആസിഡ് ആക്ട് ആസ് എ ബേസ് ഇൻ സൾഫ്യൂരിക് ആസിഡ്. മനസ്സിലായോ? അപ്പൊ സൾഫ്യൂരിക് ആസിഡ് ആണ് എടുക്കുന്നതെങ്കിൽ അസറ്റിക് ആസിഡ് ഒരു ബേസ് ആയിട്ടേ ആക്ട് ചെയ്യത്തുള്ളൂ. വാട്ടറിന്റെ കൂടെ എടുക്കുന്നെങ്കിൽ അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. അതേസമയം അമോണിയയുടെ കൂടെ, അമോണിയ ഒരു ബേസ്, ആ അമോണിയയുടെ കൂടെ എടുക്കുമ്പോൾ അസറ്റിക് ആസിഡ് ഒരു സ്ട്രോങ് ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ബേസിന്റെ കേസും. ബേസ് നോക്കിക്കേ, യൂറിയ NH2CO യൂറിയ അമോണിയയുടെ കൂടാണ് എടുക്കുന്നതെങ്കിൽ എന്തായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്തത്? പ്രോട്ടോൺ ഡോണർ ആയിട്ടാണ് ആക്ട് ചെയ്തത് അല്ലേ?
യൂറിയക്കകത്തിൽ ഒരു H+നെ അമോണിയയ്ക്ക് കൊടുത്തിട്ട് NH4+ ഫോം ചെയ്യിപ്പിച്ച്. അപ്പോൾ ഇവിടെ യൂറിയ എന്തായിട്ട് ആക്ട് ചെയ്ത്? ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. അതേസമയം യൂറിയ സൾഫ്യൂരിക് ആസിഡിന്റെ കൂടാണ് എടുക്കുന്നതെങ്കിലോ, ഇവിടെ സോൾവെന്റ് സൾഫ്യൂരിക് ആസിഡ് ആണ് വരുന്നതെങ്കിലോ എന്താണ് ചെയ്യുന്നത്? H2SO4 ന്ന് ഒരു പ്രോട്ടോണിനെ യൂറിയ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ യൂറിയ എന്തായിട്ട് ആക്ട് ചെയ്യും? ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ എഫക്ട് ഓഫ് സോൾവെന്റ്? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈസ് ദി ലെവലിംഗ് എഫക്റ്റ്. ഇതും അതുപോലെ തന്നെ ദ അപ്പാരന്റ് സ്ട്രെങ്ത് ഓഫ് എ പ്രോട്ടിക് ആസിഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സോൾവെന്റ് ഇൻ വിച്ച് ദ ആസിഡ് ഈസ് ഡിസോൾവ്ഡ്. അപ്പം സ്ട്രെങ്ത് പറയുന്നത് അതിന്റെ സോൾവെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, HCl, പെറൈഡിക് ആസിഡ് ഇതെല്ലാം വാട്ടറിനകത്തിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഈക്വലി സ്ട്രോങ് ആയിട്ട് കാണപ്പെടും. അപ്പൊ സ്ട്രോങ് ആസിഡുകളെ വാട്ടറിലാണ് എടുക്കുന്നതെങ്കിൽ, ഇവിടെ സോൾവെന്റ് വാട്ടർ, സ്ട്രോങ് ആസിഡുകളെ വാട്ടറിൽ എടുക്കുമ്പം ഇതെല്ലാം ഈക്വലി സ്ട്രോങ് ആയിട്ട് കാണപ്പെടും. അതായത് ഇത് അയണൈസ് ചെയ്തിട്ട് എല്ലായിടവും ഉണ്ടാവുന്ന എന്തുവാ? H3O+ ഉണ്ടാകുന്നത്. അതെല്ലാം ഒരേപോലെ ഈക്വലി സ്ട്രോങ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഓൾ സ്ട്രോങ് ആസിഡ്സ് ഇൻ അക്വസ് സൊല്യൂഷൻസ് അപ്പിയർ ഓൾമോസ്റ്റ് ഈക്വലി സ്ട്രോങ്. ആ ഒരു എഫക്റ്റിനെ പറയുന്ന പേരാണ് ലെവലിംഗ് എഫക്റ്റ്. അപ്പൊ ഇവിടെ വാട്ടർ സോൾവെന്റ് ആയിട്ട് എടുത്തപ്പോഴാണ് ലെവലിംഗ് എഫക്റ്റ് ഉണ്ടായത്. അപ്പം വാട്ടറിൽ ഏത് സ്ട്രോങ് ആസിഡ് എടുത്താലും ഈക്വലി സ്ട്രോങ് ആയിരിക്കും. അപ്പം എ സോൾവെന്റ് ഇൻ വിച്ച് വേരിയസ് സ്ട്രോങ് ആസിഡ് അപ്പിയർ ഈക്വലി സ്ട്രോങ് ഈസ് കോൾഡ് എ ലെവലിംഗ് സോൾവെന്റ്. ഇനി മറ്റു ചില സോൾവെന്റ് ഉണ്ട്, അതിനകത്തിൽ ഈക്വലി സ്ട്രോങ് ആയിരിക്കത്തില്ല, നമുക്ക് അതിന്റെ സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സോൾവെന്റിന് നമുക്ക് ഡിഫറൻഷിയേറ്റിംഗ് സോൾവെന്റ് എന്ന് പറയാം. ഇവിടെ HClO4 ആണെങ്കിലും HCl ആണെങ്കിലും HNO3 ആണെങ്കിലും ഇവിടെ എല്ലാം എന്തോ ഉണ്ടാകുന്നത്? H3O+ അയോൺസ് ഉണ്ടാകുന്നത്. ഇതെല്ലാം ഈക്വലി സ്ട്രോങ്. ഈ ആസിഡുകളല്ല, ഈ സ്ട്രോങ് ആസിഡുകളെല്ലാം വെള്ളത്തിലെടുത്താൽ ഈക്വലി സ്ട്രോങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്ട്രോങ് ബേസുകളെ വാട്ടറിൽ എടുത്താലും ഈക്വലി സ്ട്രോങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. OH- ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എല്ലായിടവും OH- അയോൺസ്, അത് ഈക്വലി സ്ട്രോങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആണ് ലെവലിംഗ് എഫക്ട് ഓഫ് വാട്ടർ. ഇനി നെക്സ്റ്റ് ഈസ് ദ pH സ്കെയിൽ. pH സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ അസിഡിക് ഓർ ബേസിക് നേച്ചർ ഓഫ് ദ സൊല്യൂഷൻ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോറൻസൺ ആണ്. pH എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ pH. അത് കിട്ടുന്നത് നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഓർ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ മോൾസ് പെർ ലിറ്റർ. pH is equal to നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ. ഇനി ഈ pH കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ വാല്യൂ 7-നേക്കാളും താഴെ ആണെങ്കിൽ അസിഡിക് ആയിരിക്കും. pH വാല്യൂ 7-നേക്കാളും മുകളിലാണെങ്കിൽ അത് ആൽക്കലൈൻ ആയിരിക്കും. pH വാല്യൂ 7-നേക്കാളും 7-നോട് ഈക്വൽ ആണെങ്കിൽ അത് ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. POH കണ്ടുപിടിക്കും നെഗറ്റീവ് ലോഗ് OH-. ഈ pHും POHും കൂടെ കൂട്ടിയാൽ 14 കിട്ടും pKw. നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് pH ബൈ ഇൻഡിക്കേറ്റർ മെത്തേഡ്. അപ്പം നമുക്ക് pH ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് എ മിക്സ്ചർ ഓഫ് നമ്പർ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് ഷോ കളർ ചേഞ്ച് ഓവർ ഡിഫറെന്റ് pH. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? pH ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കളർ ചേഞ്ച് കാണിക്കുന്ന സബ്സ്റ്റൻസുകളാണ്. അപ്പോൾ pH ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ മെത്തേഡ് ഉപയോഗിച്ച് ഡിറ്റർമിൻ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് pH ഡിറ്റർമിൻ ചെയ്യേണ്ട സബ്സ്റ്റൻസിനകത്തിലോട്ട്, സൊല്യൂഷനകത്തിലോട്ട് ഒരു അല്ലെ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യണം. എന്നിട്ട് അതവിടെ മാറ്റി വെക്കണം. എന്നിട്ട് ഈ ബഫർ സൊല്യൂഷൻസ് കിട്ടും. പല pHലുള്ള ബഫർ സൊല്യൂഷൻസ് കിട്ടും. pH2, pH3, pH4 അങ്ങനെയുള്ള ബഫർ സൊല്യൂഷൻസ് ഒരേപോലെ ഇതുപോലെ ടെസ്റ്റ് ട്യൂബിലോ എടുത്തിട്ട് ഇപ്പം നമ്മൾ എത്ര സൊല്യൂഷൻ ആണോ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ pH ബഫർ സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് ഈ അൺനോൺ സൊല്യൂഷനിൽ എത്ര ഇൻഡിക്കേറ്റർ ആണോ ആഡ് ചെയ്തത് അത്രയും എമൗണ്ട് ഇൻഡിക്കേറ്റർ എല്ലാത്തിലും ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാം കളർ ഡെവലപ്പ് ചെയ്യും. നമ്മൾ ആദ്യം ആഡ് ചെയ്തതിനകത്തിലും ഇൻഡിക്കേറ്റർ ഒഴിച്ചപ്പോൾ അൺനോൺ സൊല്യൂഷൻ ഒരു കളർ ഡെവലപ്പ് ചെയ്യും. ആ കളറും ഈ കളറും കൂടെ കമ്പയർ ചെയ്യുക. ഏതുമായിട്ടാണ് മാച്ച് ആകുന്നതെന്ന് വെച്ചാൽ അതായിരിക്കും ആ സൊല്യൂഷന്റെ pH. നെക്സ്റ്റ് pKa ആൻഡ് pKb വാല്യൂസ്. ഇത് ഇതുപോലെ തന്നെ pH വാല്യൂ പോലെ തന്നെ ആസിഡിന്റെയും ബേസിന്റെയും സ്ട്രെങ്ത് പറയുന്ന വാല്യൂസ് ആണ് Ka വാല്യൂ Kb വാല്യൂ. ഇവിടെ pH പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ലോഗ് Ka, pKb എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് Kb. Ka × Kb എന്ന് പറയുന്നത് Kw ആയിരിക്കും. pKaയും pKbയും കൂടെ കൂട്ടിയാൽ 14 ആയിരിക്കും കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനകത്തിൽ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.